സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ജനപ്രിയ ഇനങ്ങൾ വേദികളിലെത്തും. സ്വർണ്ണക്കപ്പിനായി പോരാട്ടം കടുപ്പിച്ച കണ്ണൂരും കോഴിക്കോടും പാലക്കാടും. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ ജില്ലയാണ് ഒന്നാമത്. വിവരങ്ങൾ ജോസിൽ സെബാസ്റ്റ്യൻ നൽകും കലോത്സവ നഗരിയിൽ നിന്നും. ജോസിൽ, എന്തൊക്കെ മത്സരങ്ങളാണ്? ജനപ്രിയ മത്സരങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. കഴിഞ്ഞ ദിവസത്തെയൊക്കെ തന്നെ ഒരു പോയിന്റ് നില അതെപ്രകാരമാണ്. ആതിര, കലയുടെ ആവേശപൂരം തീർത്ത് ചരിത്ര നഗരമായ കൊല്ലം ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം ആവേശകരമായി തുടരുകയാണ്. ഇതിനോടകം തന്നെ 105 മത്സരങ്ങളാണ് പൂർത്തീകരിച്ചത്. ഇനി 139 ഇനങ്ങൾ കൂടിയാണ് മത്സരങ്ങൾ പൂർത്തീകരിക്കാനുള്ളത്. 105 മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ തന്നെ 420 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത്. 405 പോയിന്റുകൾ വീതം നേടി പാലക്കാട് ജില്ലയും കോഴിക്കോട് ജില്ലയും രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ഒരു പോയിന്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് 404 പോയിന്റുമായി ആതിഥേയ ജില്ലയായ കൊല്ലം മൂന്നാം സ്ഥാനത്താണ്. അങ്ങനെ ആവേശജനകമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം. ഇവിടെ മത്സരക്രമത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഏകദേശം 3000-ഓളം അപ്പീലുകളാണ് ഇതിനോടകം തന്നെ വിവിധ മത്സരങ്ങളിലായിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രധാന ഗ്ലാമർ ഇനങ്ങളിലൊക്കെ നേരം വെളുക്കുന്ന 2:30 വരെയും 3 മണി വരെയൊക്കെ മത്സരം തുടർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അപ്പീലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് 9:30-ക്കാണ് പല മത്സരങ്ങളും തുടങ്ങാൻ തീരുമാനിക്കുന്നത് സംഘാടക സമിതി. എന്നാൽ ഈ അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി തന്നെ മത്സരക്രമത്തിൽ ആകെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആവേശം വാരി വിതറിക്കൊണ്ട് ഈ പൂരമായി മാറിയിരിക്കൊണ്ട് ആവേശത്തിൻ്റെ പൂരം അങ്ങേ ലെവലിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആതിര, ജോസിൽ, അതുപോലെ തന്നെ ഓരോ ദിവസം ഇതിപ്പോൾ മൂന്നാം ദിനമാണ്. അപ്പോൾ അടുക്കുമ്പോഴൊക്കെ തന്നെ ഈ പോയിന്റുകളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ഒരു അട്ടിമറി ജയത്തിനുള്ളൊരു സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ജില്ലകളും ഇപ്പോൾ ഈ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ഈ ഒരു മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് കപ്പ് കൊടുത്തു വിടുമ്പോൾ അവർ പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇതൊന്ന് വിട്ടുകൊടുക്കുകയാണ്, ഇത് ഞങ്ങളുടെ ജില്ലയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് അവരുടെ കപ്പ് കൊടുത്തു വിട്ടത്. എന്നാൽ അവർ ഇപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ ഈ പോയിന്റുകൾ ചെറിയ വ്യത്യാസമാണ് ഓരോ ജില്ലകളും തമ്മിലുള്ളത്. അത് അവസാന സ്ഥാനക്കാർ വരെയാണെങ്കിൽ പോലും അതിലേക്ക് എത്തുന്നത് വളരെ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ്. ഇന്നിനി വളരെ പ്രധാനപ്പെട്ട കുറേ മത്സരങ്ങൾ നടക്കാറുണ്ട്. കുച്ചിപ്പുടി, തിരുവാതിര, നാടോടി നൃത്തം, ഒപ്പന, ചവിട്ടുനാടകം, മിമിക്രി, മോണാക്ട്, നാടൻ പാട്ട് തുടങ്ങിയ ജനപ്രിയ ഐറ്റങ്ങൾ ഇന്ന് ഇപ്പോൾ വിവിധ സ്റ്റേജുകളിലായി നടക്കുകയാണ്. ഏതായാലും വളരെ ആവേശകരമായി തന്നെയാണ് ഇപ്പോൾ കലോത്സവ കാഴ്ചകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്റ്റേജുകളിലും കൃത്യം 9:30 തന്നെ മത്സരം ആരംഭിക്കും. മത്സരാർത്ഥികൾ റെഡിയാകണമെന്ന് അനൗൺസ്മെൻറ്റുകൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആ സമയക്രമത്തെയെല്ലാം പൊളിച്ചെടുക്കാൻ കാരണമായി തീരാറുണ്ട്. ജോസിൽ, അതുപോലെ ഈ കാണികളുടെയൊക്കെ ഒരു പ്രതികരണം അതെങ്ങനെയുണ്ട്? കാരണം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കാണികൾ രണ്ടാം ദിവസത്തിൽ എത്തുന്നു. ഇപ്പോൾ മൂന്നാം ദിനം എത്തി നിൽക്കുമ്പോൾ ജനപ്രിയ മത്സരങ്ങൾ നടക്കാനിരിക്കുമ്പോൾ കാണികളെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആശ്രമം മൈതാനമൊക്കെ നിറഞ്ഞു കവിയുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്ന ഈ കേരള കലോത്സവത്തിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഒരു പട തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം സ്റ്റാളുകൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ്. അതുപോലെ തന്നെ ആ സ്റ്റേജുകളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ശേഷം വിവിധ മത്സരങ്ങളിൽ ആദ്യ സ്ഥാനക്കാരായി എത്തിയ വിദ്യാർത്ഥികൾ ഓരോ മാധ്യമങ്ങളുടെ സ്റ്റാളുകൾക്ക് മുമ്പിലും വന്ന് പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജുകളിൽ വളരെ ഫ്രണ്ടിലാണ് നടക്കുന്നത്. ബാക്കിലിരുന്ന് കണ്ടും അടുത്ത ആളുകൾ ഈ മാധ്യമങ്ങൾ നടത്തുന്ന പരിപാടികളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു വലിയ ആരവം വൈകുന്നേരമായി കഴിഞ്ഞാൽ, മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ജനക്കൂട്ടം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ഒരു ഉത്സവത്തെ തന്നെ വരവേൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനമാണെന്ന്. ജനപ്രിയ മത്സരങ്ങളൊക്കെ തന്നെ നടക്കാനുണ്ട്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ജില്ലകൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.